Hello guys, welcome to my channel, Mr. Chef. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയേക്കുന്ന ഒരു ഡിഷാണ് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണെങ്കിൽ കൂടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും വളരെയധികം പോപ്പുലർ ആകാൻ കാരണം ഇതെന്ന് പറയുന്നത് വളരെ ക്രീമി ആയിട്ടും വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അതുമാതിരി തന്നെ നമ്മൾക്ക് ഇത് ഓൾ ഓവർ വേൾഡിൽ ഈ ഡിഷ് വളരെ ഫേമസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിഷ് നമ്മുടെ ചാനലിലൂടെ നമുക്ക് അത് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് 1 കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. നമ്മളൊരു മീഡിയം സൈസിൽ ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. തന്തൂർ ചിക്കന്റെ മാരിനേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അടുത്തത്. ഇതിന് പറയുന്നത് ബ്ലാക്ക് സോൾട്ട് എന്നാണ്. 1 സ്പൂൺ ബ്ലാക്ക് സോൾട്ട് ആണ് ഇതിലേക്ക് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഫെനഗ്രിക് ലീവ്സ്, കസ്തൂരി മേത്തി അല്ലാന്നുണ്ടെങ്കിൽ ഉലുവയുടെ ഇല, ഇതിനാണ് നമ്മൾ ഫെനഗ്രിക് ലീവ്സ് എന്ന് പറയുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതിനുശേഷം നല്ല നീരുള്ള ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നല്ല തിക്കായിട്ടുള്ള 1 കപ്പ് യോഗട്ടാണ് ഇത് ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗരം മസാലയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് അത് പോയി കാണുക, വീട്ടിലുണ്ടാക്കുക. ഹോം മെയ്ഡ് ഗരം മസാല എപ്പോഴും ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും, കെമിക്കലും ഉണ്ടാവില്ല, ഹെൽത്തിനും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് ഒരു 1 to 2 hours മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജിഞ്ചർ ഗാർലിക് 75 ഗ്രാം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു വലിപ്പമുള്ള ഒരു ഒനിയൻ റഫ്ലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടൊമാറ്റോ നമ്മൾ റഫ്ലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില നമ്മൾ റഫ്ലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട്. അടുത്തതായി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. മീഡിയം ഹീറ്റിലാണ് നമ്മൾ സ്റ്റവ് സെറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 4 മിനിറ്റ് നന്നായിട്ട് കുക്കാക്കിയതിന് ശേഷം നമ്മളുടെ ചിക്കൻ ഒന്ന് മറിച്ചിടാം. നമ്മുടെ ചിക്കന് രണ്ടാമത്തെ സൈഡ് നന്നായി ഇത് കുക്കായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അടുത്തായിട്ട് സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായതിനു ശേഷം നമുക്ക് 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇടാം. ഗീ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇടാം. നമ്മളുടെ ഗാർലിക് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഒനിയൻ ഇതിലേക്ക് ഇടാം. ഒനിയൻ ഇട്ട് അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇടാം. ഒനിയൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിനു ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല. ഇത് നമ്മൾ പാനിൻ്റെ സൈഡിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സോത്ത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 500 ml വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 150 ഗ്രാം കാഷ്നട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു ലിഡ് വെച്ച് 5 to 7 മിനിറ്റ്സ് നന്നായിട്ട് ഇത് കുക്ക് ആവുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോയും ഒനിയനും കാഷ്നട്ടും എല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്താലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് നമുക്കിടാം. ഒരു 1/2 ലിറ്റർ ക്രീം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്രീം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ക്രീം ഒഴിച്ചതിന് ശേഷം നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളുടെ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 to 15 മിനിറ്റ്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. പ്രിപ്പറേഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർ കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചോപ്പ് ചെയ്ത് സിലിണ്ടറോയും. നൗ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ് ബട്ടർ ചിക്കൻ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അത് നമ്മളുടെ യൂട്യൂബിൻ്റെ ആൽഗരിതം വർക്കൗട്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുള്ള സജഷൻസും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും എഴുതി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈസി റെസിപ്പീസ് ഞാൻ എവറി വീക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെൻറ്റ് വീഡിയോ. ബൈ.